നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഓണിയൻ റിങ്സിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ മെക്ഡൊണാൾഡ്സിലൊക്കെ പോകുമ്പം അല്ലെങ്കിൽ നമ്മൾ അതുപോലെയുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഓണിയൻ റിങ്സ് കിട്ടും. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. ഇതിനായിട്ട് സവോള 2 എണ്ണം, മൈദ 1 കപ്പ്, മുട്ട 2 എണ്ണം, ഇത് കുരുമുളക് പൊടിയാണ്, ഇത് നമുക്ക് പാകത്തിന് ഇടാം. അതുപോലെ ഇത് റൊട്ടിപ്പൊടിയാണ്, ഇതും 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചീസ് സ്ലൈസ്. ഇത്രയാണ് ഈ ഓണിയൻ റിങ്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ചീസ് സ്ലൈസ് ഒന്ന് കട്ട് ചെയ്യണം. ഒരു ചീസ് സ്ലൈസ് നമുക്ക് ഒരു 6 പീസസ് ആയിട്ട് 6 സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് സവോള നമ്മൾ തൊലി കളഞ്ഞ് വച്ചേക്കുന്നതാണ്. ഇത് വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കാം. നമ്മൾ സവോള ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിങ്ങനെ അടർത്തിയെടുക്കാം. ഇതിൻ്റെ ഇനി ഈ ഓണിയൻ റിങ്സ് നമ്മളിങ്ങനെ എടുത്തല്ലോ, ഇതിൽ നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മീതെ നമുക്ക് വീണ്ടും ഒരു ഓണിയൻ റിങ്സ് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൈദയിലൊന്നിട്ട് ഉരുട്ടാം. ഇനി നമുക്ക് മൈദയിലിട്ട് ഉരുട്ടിയ ശേഷം മുട്ടയിൽ മുക്കണം. അതിനായിട്ട് മുട്ട പൊട്ടിക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് അടിക്കാം. ചീസിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല മുട്ടയിൽ. ഇനി ഈ മൈദയിലിട്ട് ഉരുട്ടിയ ഈ ഓണിയൻ റിങ് നമുക്ക് മുട്ടയിലും കൂടി ഒന്നിടാം. ഇനി നമുക്കിത് റൊട്ടിപ്പൊടിയിലിടണം. ഇതുപോലെ നമുക്ക് ഓരോ ഓണിയൻ റിങ്സും ഇങ്ങനെ റെഡിയാക്കി വയ്ക്കാം. നമ്മൾ കുറച്ച് ഓണിയൻ റിങ്സ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാൻ ചൂടാകുമ്പം നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വറുക്കാനൊക്കെ എപ്പോഴും ഞാൻ ഈ എന്തെങ്കിലും ടേസ്റ്റ് ഇല്ലാത്തൊരു ന്യൂട്രലായിട്ടുള്ള ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ഓണിയൻ റിങ്സ് തിരിച്ചും മറിച്ചുവിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇത് ചേർക്കാം. ഇത് അധികം വേവാനൊന്നുമില്ല,
ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. നമുക്കിത് എടുക്കാം. ഇത് കുട്ടികൾക്ക് ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ചീസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിന്ന് തയ്യാറാക്കിയത് ഓണിയൻ റിങ്സ് ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. എന്നാൽ വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്.